ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 UPSC നടത്താനിരിക്കുന്ന സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു 8 months ടൈം ടേബിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് 8 മാസമേ ഉള്ളൂ. 8 മാസവും കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം മെയ് 24 തീയതി എന്താണ് എക്സാം ആണ്. 2026 മെയ് 24 തീയതി UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. സോ എന്ത് ചെയ്യുക, നമുക്ക് 8 മാസം ഉണ്ട്, നല്ല രീതിക്ക് പഠിച്ചു പോകണം. ഓക്കെ, ഇപ്പോഴെങ്കിലും പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ഒരു ടൈമാണ്. ഇനി നമുക്ക് എന്താണ്, ടൈം കളയാനായിട്ടില്ല. ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് പോവുക. ടൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എന്താണ്, കുറവാണ്. മാക്സിമം എന്ത് ചെയ്യുക, നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട ടൈമാണ് എന്ത് ഈ ഒരു 8 മാസം എന്ന് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ഒരു 2 മാസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഫൗണ്ടേഷൻ ബിൽഡിങ്ങിനുള്ള ഫേസ് ആണ്. അല്ലെങ്കിൽ 1, 2, 2 ഒക്ടോബർ നവംബർ മാസങ്ങൾ എന്താണ്, നമുക്ക് ഫൗണ്ടേഷൻ ബിൽഡിങ്ങിനുള്ള ഫേസ് ആണ്. ഈ ഒരു ഫേസിൽ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് NCERTs കവർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സിന്റെ ബേസിക്സ്, എല്ലാ സബ്ജക്ട്സിന്റെ എന്താണ് ബേസിക്സ് കവർ ചെയ്യുക. പ്ലസ് കറണ്ട് അഫയേഴ്സ്, ന്യൂസ് പേപ്പർ ഒന്നും ഇതുവരെ വായിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പേഴ്സ് റീഡ് ചെയ്യുക. ഓക്കെ, ദ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുക. പിന്നെ മന്ത്ലി മാഗസിൻസ് ആയ കുരുക്ഷേത്ര യോജന പോലുള്ള മന്ത്ലി മാഗസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതും എന്ത് ചെയ്യുക, അതും വായിച്ച് പോവുക. പിന്നെന്താണ്, ഒരു 2-3 ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും നടത്തുക. ഒത്തിരി വേണ്ട, ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഓക്കെ, പെർ ഡേ ചെയ്യണമെന്നില്ല. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒരു വീക്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും എന്ത് ചെയ്യുക, നടത്തി പോവുക. നമ്മൾ പ്രിലിംസിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. എന്താണ്, മെയിൻസിന്റെ കൂടെ കുറച്ച് പ്രിപ്പറേഷൻ നടത്തി പോകണം. പ്രിലിംസിന്റെ ആ ഒരു ടൈമിൽ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് എന്ത് ചെയ്യുക, മെയിൻസിന്റെയും കൂടി പ്രിപ്പറേഷൻ നടത്തി പോകണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 മാസങ്ങളിൽ ചെയ്യേണ്ടത് എന്താണ്, NCERTs കംപ്ലീറ്റ് കവർ ചെയ്യുക. അതുപോലെ തന്നെ ബേസിക്സ്, എല്ലാ സബ്ജക്ട്സിന്റെയും ബേസിക്സ് ക്ലിയർ ആക്കുക. കൂടാതെ കറണ്ട് അഫയേഴ്സും എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. ഇനി അടുത്ത 3-4 മാസങ്ങളിൽ, ഡിസംബർ ജനുവരി മാസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കോർ പ്രിപ്പറേഷൻ ആണ്. അതായത് എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ബുക്സ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കൂടാതെ എന്ത് ചെയ്യുക, NCERTs എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. പിന്നെന്താണ്, പ്രിലിംസിന്റെ മെയിൻസിന്റെ ടെസ്റ്റ് സീരീസ് നടത്തുക. പിന്നെന്താണ്, CSATന്റെ പ്രാക്ടീസ് നടത്തുക. ഡെയിലി എന്ത് ചെയ്യുക, CSAT ഒരു 1 to 2 മണിക്കൂർ എന്ത് ചെയ്യുക, CSATന്റെ പ്രാക്ടീസ് നടത്തി പോവുക. കാരണം നമുക്കറിയാം പ്രിലിംസിലെ പേപ്പർ 2 ആണ് CSAT എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പേപ്പർ 1ന്റെ കേസിൽ എന്താണ്, നമുക്ക് പല സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പൊ പൊളിറ്റി അങ്ങനെയുള്ള സബ്ജക്ട്സ് നമുക്ക് എളുപ്പമാണെങ്കിൽ എന്താണ്, നമുക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പേപ്പർ 2ന്റെ കേസിൽ എങ്ങനെയാണ്, CSAT മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. ഓക്കെ, CSAT എന്താണ്, റീസണിംഗ് ഉണ്ട്, കോംപ്രഹെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ മാത്സ് ഉണ്ട്. മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യുക, റീസണിങ്ങും കോംപ്രഹെൻഷനും വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, CSAT ക്ലിയർ ചെയ്യാം. പക്ഷെ എന്താണ്, അതിന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് CSAT ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാവരും എന്താണ്, CSAT ഒരു എന്താണ് ക്വാളിഫയിങ് നേച്ചറുള്ള ടെക്സ്റ്റ് അല്ല എക്സാം ആണ്. സോ അതുകൊണ്ട് ഒത്തിരി ഇതിനു വേണ്ടിയിട്ട് പഠിക്കേണ്ട, അല്ലെങ്കിൽ എന്താണ് വലിയൊരു GSന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യില്ല, CSATന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യില്ല. പക്ഷെ അങ്ങനെയല്ല, CSATന് എന്ത് ചെയ്യുക, അതിന് കൊടുക്കേണ്ടതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. CSATന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയ റേറ്റിൽ കംപ്ലീറ്റ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി, ഒരു പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് ചെയ്താൽ മതിയാവും. CSATന്റെ ക്ലാസ്സസിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതാണ് ഫെബ്രുവരി മാർച്ച് ഈ 2 മാസങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, റിവിഷൻസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ടത്. പിന്നെ ഏതെങ്കിലും ബേസിക്, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സ് പഠിച്ചതിൽ ഏതെങ്കിലും സബ്ജക്ട്സ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതും ഇവിടെ ഈ ഒരു ഫേസിൽ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. എസ്സേ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക. കൂടാതെ എന്താണ്, ഈ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ 5-6 മാസം വരെ, അതായത് ഫെബ്രുവരി മാർച്ച് മാസം വരെ എന്ത് ചെയ്യുക, മെയിൻസിന്റെ പ്രിപ്പറേഷനും കൂടെ നടത്തുക. പ്രിലിംസിന് വേണ്ടി മാത്രമല്ല, മെയിൻസിന്റെ പ്രിപ്പറേഷനും എസ്സേ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക. അതുപോലെ തന്നെ എന്താണ്, ഓപ്ഷണലിന്റെ പേപ്പർ 1 എങ്കിലും എന്ത് ചെയ്യുക, കവർ ചെയ്തിരിക്കുക. ഈ ഒരു 6 മാസം കൊണ്ട് എന്ത് ചെയ്യുക, ഓപ്ഷണലിന്റെ പേപ്പർ 1 എങ്കിലും എന്ത് ചെയ്യുക, കവർ ചെയ്തിരിക്കുക. ഓക്കെ, പേപ്പർ 2 എന്താണ്, നമുക്ക് മെയിൻസിന് ശേഷം നോക്കാം. പ്രിലിംസിന് ശേഷം മെയിൻസിന് വേണ്ടിയിട്ട് നോക്കാം. പക്ഷെ എന്താണ്, പേപ്പർ 1 എങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, പ്രിലിംസിനെ ഈ ഒരു പഠിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക, കാണാണ്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനിയിപ്പോ 2 കംപ്ലീറ്റ് ചെയ്യാന്നുള്ളവർക്ക് എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുക. പക്ഷെ 8 മാസമേ ഉള്ളൂ. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, പേപ്പർ 1 കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഏറ്റവും കുറഞ്ഞത് എന്താണ്, പേപ്പർ 1 എങ്കിലും ഈ ഒരു ഫേസിൽ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. എസ്സേ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക. എന്താണ്, എല്ലാ ദിവസവും 1-2 ആൻസേഴ്സ് എന്ത് ചെയ്യുക, എഴുതി നോക്കുക. പിന്നെ എന്താണ്, മോക്ക് ടെസ്റ്റുകൾ നടത്തുക.
അതുപോലെ തന്നെ റിവിഷൻ നടത്തണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് പ്രിലിംസ് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏപ്രിൽ മാസത്തിൽ പ്രിപ്പയർ ചെയ്യുക. പ്രിലിംസിന് വേണ്ടിയിട്ട് മാത്രം മെയിൻസിന്റെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇനിയിപ്പോ തൽക്കാലത്തേക്ക് വേണ്ട, നമ്മൾ പ്രിലിംസിൽ പഠിക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ, അത് മതി. എന്ത് ചെയ്യുക, ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ നടത്തുക, പിന്നെ എന്താണ് റിവിഷൻ നടത്തുക. എല്ലാത്തിന്റെയും ഇപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ ആയിക്കോട്ടെ, സിസാറ്റിന്റെ ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ബുക്സിന്റെയോ എൻസിആർടിസിന്റെ എല്ലാത്തിന്റെയും എന്ത് ചെയ്യുക, റിവിഷൻ നടത്തേണ്ട ടൈമാണിത്. പ്രിലിംസിന് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്യുക. നെഗറ്റീവ് മാർക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ഫേസിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എന്താണ് ഒത്തിരി ടൈം ഇല്ല, 8 മാസമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫേസിൽ ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് ഫൈനൽ റിവിഷൻ. എട്ടാമത്തെ മാസം, അതായത് മെയ് 24-ാം തീയതി എന്താണ് എക്സാം ആണ്. സോ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിൽ 1-ാം തീയതി തൊട്ട് 23-ാം തീയതി, ഓക്കെ 23-ാം തീയതി നമ്മളൊന്നും പഠിക്കണ്ട, 22-ാം തീയതി ഉണ്ടല്ലോ, 22-ാം തീയതി വരെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക. വേറെ ഒന്നും ചെയ്യേണ്ട, റിവിഷൻ നടത്തുക, മോക്ക് ടെസ്റ്റുകൾ നടത്തുക. ഓക്കെ, ഈ ഒരു ടൈമിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. എന്ത് ചെയ്താൽ മതി, റിവിഷനും മോക്ക് ടെസ്റ്റുകളും. ഓക്കെ, പിന്നെ എന്താണ് ഇമ്പോർട്ടന്റ്, റിവിഷൻ നടത്തുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, നോട്ട്സ് കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്യുക. നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ള ടൈമില്ല. ഒരു മാസം കൊണ്ട് നമ്മൾ എന്താണ് പുതുതായിട്ടൊരു കാര്യം പഠിച്ച്, അല്ലെങ്കിൽ അത് ഇനിയിപ്പോ എക്സാമിൽ എഴുതാൻ അതിനുള്ള ടൈം നമുക്കില്ല. പക്ഷെ പഠിച്ച കാര്യങ്ങൾ എന്താണ് കൃത്യവും വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, റിവിഷൻ നല്ല രീതിക്ക് നടത്തി പോകുക. ഈ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്താൽ മതി, റിവിഷൻ നല്ല രീതിക്ക് നടത്തി പോയാൽ മതി. പിന്നെ കാമായിട്ടിരിക്കുക. അതുപോലെ തന്നെ എന്തായിരിക്കും, ഹെൽത്ത് ശ്രദ്ധിക്കുക. കൂടാതെ കോൺഫിഡന്റ് ആയിരിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എക്സാം എഴുതാൻ വരും, പക്ഷെ എന്താണ് സെൽഫ് ഡൗട്ട് ആണ്. എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ, അല്ലെ എക്സാം എഴുതാൻ പറ്റുമെന്നല്ല, ഞാനിത് ക്ലിയർ ചെയ്യുമോ, എനിക്കിത് പറ്റില്ല, അല്ലെ ഇതെന്താണ് എല്ലാം നല്ലതായിട്ട് പഠിക്കുന്ന ആളുകൾക്കുള്ളതാണ്, ടോപ്പേഴ്സിന് വേണ്ടി മാത്രമുള്ള എക്സാം ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. കോൺഫിഡന്റ് ആയിരിക്കണം. എക്സാമിന് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഓക്കെ, ഇന്നാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ എന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്ന് തന്നെ എന്ത് തീരുമാനിക്കുക, ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്യും എന്ന് എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ആദ്യത്തെ മാസം എന്ത് ചെയ്യുക, ആദ്യത്തെ 2 മാസങ്ങളിൽ എൻസിആർടിസ് കവർ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബുക്സിന്റെ ആണെങ്കിലും ബേസിക്സ് കവർ ചെയ്യുക. കൂടാതെ എന്താണ് കറണ്ട് അഫയേഴ്സും നോക്കി പോരുക. പിന്നെ ബാക്കിയുള്ള മാസങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ബുക്സ് കവർ ചെയ്യുക, എൻസിആർടിസിന്റെ റിവിഷൻ, പിന്നെ എന്താണ് എസ്എ പ്രാക്ടീസ്, ഓപ്ഷണൽ സബ്ജക്ട്, പിന്നെ എന്താണ് റിവിഷൻ, ബാക്കിയുള്ള കാര്യങ്ങളുടെ റിവിഷൻ. പിന്നെ ബാക്കി എന്താണ് മോക്ക് ടെസ്റ്റുകൾ നോക്കണം, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നോക്കണം, റിവിഷൻ നടത്തണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്ത് ചെയ്യുക, മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോ ടൈം കുറവാണ്. കോൺഫിഡന്റ് ആയിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക. ഓക്കെ, നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിസാറ്റിന്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം. വളരെ അഫോർഡബിൾ ആയ റേറ്റിലാണ് നമ്മൾ നോട്ട്സും സിസാറ്റിന്റെ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. താങ്ക് യു.